ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ജമ്മു കാശ്മീരിലെ പാറ്റ്നി ടോപ്പ് എന്ന സ്ഥലത്ത് മഞ്ഞ് വീണിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. പോകുന്ന വഴിയെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. വീഡിയോ കാണുന്നതിനേക്കാളും നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. അവിടെ എത്തിയപ്പോഴാണ് പാറ്റ്നി ടോപ്പിനേക്കാളും കൂടുതൽ മഞ്ഞ് ശിവഘാട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളതെന്ന് അറിഞ്ഞത്. അപ്പോൾ അവിടേക്ക് കുതിരയിൽ മാത്രമേ നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ഒരുപാട് ഡേഞ്ചറസ് ആയ ഇടുങ്ങിയ വഴികളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ 4 കുതിരകളിലായിട്ട് എല്ലാവരും കൂടി ശിവഘാട്ടിലേക്ക് പോവാണ്. പോകുമ്പോൾ നമുക്കറിയില്ലായിരുന്നു ഇത്രയ്ക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള വഴികളാണെന്ന്. ഒന്ന് കുതിരേൻ്റെ കാല് തെറ്റിയാൽ വീഴുന്നത് കൊക്കയിലേക്കായിരിക്കും. ഈ കാണുന്ന മരങ്ങളെല്ലാം ആപ്പിൾ മരങ്ങളാണ്. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ആപ്പിളൊന്നും ഇതിലുണ്ടായിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത്ര ഡേഞ്ചറസ് ആയിട്ട് തോന്നുന്നുണ്ടാവില്ല. പക്ഷേ കുതിരേൻ്റെ പുറത്ത് പോകാനാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴികളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ അവിടുത്തെ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തി. ഇത് അവർ പറഞ്ഞത് ഇത് ജമ്മുവിൻ്റെ ലാസ്റ്റ് സിറ്റി എന്നാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ മഞ്ഞുമല കാണാനും പറ്റുന്നുണ്ട്. വീണ്ടും നമ്മൾ കുതിരപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതെല്ലാം ചെറി ഫ്രൂട്ടിൻ്റെ ചെടികളാണ്. ഇവിടെ വരെ കുതിര വന്നു. ബാക്കി നമ്മൾ കുറച്ചൊന്ന് മുകളിലേക്ക് കയറാനുണ്ട്. ഞാൻ ഇത്ര ഇടുങ്ങിയ വഴിയിലൂടെയൊക്കെ ട്രെക്കിംഗ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇതെല്ലാം കയറാനായിട്ട്. കുതിര വരുന്ന വഴിയും കുറച്ച് വഴി നല്ലതുണ്ടായിരുന്നു, കുറച്ച് വഴിയൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള വഴികളായിരുന്നു. നടന്നു വരുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് അടുത്ത വ്യൂ പോയിൻ്റാണ്. നമ്മൾ വന്ന ദിവസം മഞ്ഞ് കുറവുള്ള ദിവസമായിരുന്നു. അതുകൊണ്ടാണ് പാറ്റ്നി ടോപ്പിലും മഞ്ഞ് കുറവുണ്ടായിരുന്നത്. നമ്മൾ മുകളിലേക്ക് വരാൻ കാരണവും അതുകൊണ്ടാണ്. കുറച്ച് കൂടുതൽ മഞ്ഞ് കിട്ടുന്ന സ്ഥലത്തേക്ക് വേണ്ടിയിട്ട്. നമ്മളപ്പോൾ അടുത്ത മഞ്ഞുള്ള സ്ഥലത്തേക്കാണ് നടക്കുന്നത്. ആ മഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലത്ത് അങ്ങനെ എത്തി. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. നല്ല തണുപ്പാണ്, നല്ല സ്ലിപ്പറിയാണ് അവിടെ. കുട്ടികൾക്കൊക്കെ പക്ഷെ അതൊന്നും ഒരു കാര്യമാക്കാണ്ട് അവർ കളിച്ചുകൊണ്ടേ നടക്കുകയാണ്. ഇവിടെ അങ്ങനെ അധികാരം വരാത്തത് കൊണ്ട് ഇവിടെ നല്ല ഫ്രഷായി കിടക്കുന്ന മഞ്ഞുണ്ടായിരുന്നു. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാവരും മഞ്ഞ് ചെളിയൊക്കെ പുരണ്ട് ഭംഗിയില്ലാണ്ട് കിടക്കായിരുന്നു. ഇവിടെ നല്ല ഭംഗിയായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി. കുട്ടികൾക്കായാലും ഞങ്ങൾക്കായാലും ഭയങ്കരമായിട്ട് സന്തോഷമായി. മഞ്ഞ് ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു ഇഷ്ടവും എല്ലാവരും ഉണ്ടായിരുന്നു. മഞ്ഞോ വാരി എറിയലും മഞ്ഞിൽ ഹാർട്ട് ഉണ്ടാക്കുക, അങ്ങനെ മഞ്ഞിൽ കളിച്ചോണ്ടേ ഇരിക്കുകയായിരുന്നു.
ഏട്ടനും ആദ്യം കൂടി മഞ്ഞിൽ ഇഴുകുന്നതാണ് കാണുന്നത്. എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് നിരപ്പായി കിടക്കുന്ന ഒരു സ്ഥലമല്ല, ഇതൊരു സ്ലോപ്പാണ്. അവിടെയാണ് ഈ മഞ്ഞ് വീണ് കിടക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം ബാലൻസ് ചെയ്ത് വേണം നമ്മളവിടെ നിൽക്കാനും ഇരിക്കാനെല്ലാനും. മഞ്ഞായതുകൊണ്ട് തന്നെ പ്രഷർ ചെല്ലുമ്പോൾ അത് മഞ്ഞുരുകി നമ്മൾ സ്ലിപ്പാവാൻ സാധ്യത നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏട്ടൻ എന്നെ വെറുതെ വിട്ടില്ല കേട്ടോ. ഏട്ടൻ എന്നെയും കൊണ്ടും മഞ്ഞിൽ ഇഴുകി. കുട്ടികളെല്ലാവരും മഞ്ഞ് കണ്ടതിൻ്റെ നല്ല സന്തോഷത്തിലായിരുന്നു കേട്ടോ. അവർക്ക് മഞ്ഞ് വാരി കളിക്കാനും മഞ്ഞ് പരസ്പരം വാരി എറിയാനൊക്കെ ഉള്ളൊരു തിരക്കിലായിരുന്നു. തിരിച്ചു വിളിച്ചിട്ട് വരുന്നേ ഉണ്ടായിരുന്നില്ല. അവർക്ക് വീണ്ടും മഞ്ഞിൽ കളിക്കണമെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ മഞ്ഞ് കാണാൻ പോയ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ജമ്മു കാശ്മീരിലെയും മറ്റും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്